ഇന്ന് ജൂൺ 19 റീഡിംഗ് ഡേ ആണ്. ജാമ്യയിലെ സയൻസ് ആൻഡ് കൊമേഴ്സ് അക്കാഡമി ഈ ദിവസത്തിൽ 1 മണിക്കൂർ 0 ഹവർ നിശ്ചയിച്ചിരിക്കുകയാണ്. 0 ഹവർ വേറൊന്നുമല്ല, 1 മണിക്കൂർ എല്ലാവരും സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ്, ഞാൻ വരെ എല്ലാ മൊബൈൽ ഫോണ്, മറ്റ് ഒഫീഷ്യൽ ജോലികൾ എല്ലാം മാറ്റിവെച്ച് 1 മണിക്കൂർ വായിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാമ്പസിൽ കാണാൻ പറ്റും പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. ക്യാമ്പസിന്റെ കാഴ്ചകൾ ഷഹീദ് സാർ കോർഡിനേറ്റർ കാണിച്ച് വരും. ഷഹീദ് സാറെ, നമ്മളുടെ 0 ഹവർ ക്യാമ്പസ് ഒന്ന് കാണിച്ചു കൊടുക്കൂ. നമുക്ക് നോക്കാം. എല്ലാവരും റീഡിങ്ങിലാണ് അല്ലേ? ടീച്ചേഴ്സ് അടക്കം റീഡിങ്ങിലാണ്. ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മളെ സാറ് വായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഡേയുടെ പ്രത്യേകത? എന്താണ് റീഡിംഗ് ഡേ പ്രമാണിച്ച് ഇവിടെ 0 ഹവർ എന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ ഈ ക്യാമ്പസിലെ എല്ലാവരും 1 മണിക്കൂറത്തേക്ക് വായനയിലായിരിക്കും. കാര്യമായിട്ട് എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. അപ്പം ഏത് ബുക്കാണ് വായിക്കുന്നത്? റോയിൻ സാൽമന്റെ എ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി. ഫേമസ് ബുക്കാണല്ലേ? റോയിൻ സാൽമന്റെ വേറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? മറ്റേ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. സാധാരണ ഇംഗ്ലീഷോ മലയാളമൊക്കെ വായിക്കും? മലയാളം കുറവാ, ഇംഗ്ലീഷോ വായിക്കായിരുന്നു. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ വളരെ നല്ല രീതിയിൽ ഈ ഒരു റീഡിംഗ് ഡേ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നത്തെ ഇപ്പോൾ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷം ഈ പുസ്തകം കയ്യിൽ പിടിച്ച് വായിക്കുന്ന ആവശ്യകത അല്ലെ എത്രത്തോളം ഇന്നത്തെ കുട്ടികൾക്ക് അത് സ്വാധീനപ്പെടുത്തും? സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ തന്നെ 5-6 വരികളുള്ള ഒരു സംഗതി വന്നാൽ തന്നെ നമ്മൾ ഒഴിവാക്കി പോകുന്ന സിറ്റുവേഷൻ ആണുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ വായനാ ദിനത്തിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ടുള്ളതാണ്. പൊതുവെ ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ വന്നതിന് ശേഷം കുട്ടികളുടെയും നമ്മുടെ തന്നെ അറ്റൻഷൻ പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്നുള്ളത് വായന തുടരുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു ദിവസം ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച ജാമ്യക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കുട്ടികൾ ഇതും ഒരു ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും വായിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, +1 സയൻസിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കാം. നമുക്കറിയാം സയൻസ് വിഷയമാണ് അല്ലേ? +1 ആണ്, തുടക്കമാണ്. പക്ഷേ ചൂടേറിയ ക്ലാസ്സുകൾക്കിടയിലും എല്ലാവരും ഓരോ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട സാറുണ്ട്, സാറോടൊന്ന് ചോദിച്ചു നോക്കാം. സാറേ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയും സാങ്കേതിക വിദ്യകളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ പഴയ രീതിയിൽ ഒരു പുസ്തകത്താളിലേക്ക് മടങ്ങുമ്പോൾ എത്രത്തോളം ഇന്നത്തെ കുട്ടികൾ അത് സ്വാധീനം ചെലുത്തും? ഇന്ന് കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഷോർട്ട് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷന് വായനയോട് താല്പര്യമില്ല. കാരണം ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം വായിക്കേണ്ടി വരും. പക്ഷെ ആ പുസ്തകത്തിൻ്റെ ഇൻട്രസ്റ്റിയും അതിൽ കിട്ടുന്ന അറിവും വലിയതാണെന്ന് അവർ വായനയിലേക്ക്, ഇപ്പോൾ വായനയെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ കഴിയും. കാരണം അവർക്ക് ഒരുപാട് പുതിയ ഇൻട്രസ്റ്റ്, ഒരുപാട് താല്പര്യങ്ങൾ, ഒരുപാട് ഇഷ്ടങ്ങളൊക്കെ അതിന് ലഭിക്കും. ഒന്ന് വായന ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുന്നവരോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. തിങ്കിങ് എബിലിറ്റി ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഹാൻസ് കോൺസെൻട്രേഷനാണ്. ഒരു കുട്ടികൾക്ക് ഒരു തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. പക്ഷെ വായന ശീലിച്ച കുട്ടികൾക്ക് എത്രയും സമയം ഒരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാൻ പറ്റും. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ ഒരു